സിബിൻ വുഡ് ഹാവ് ബീൻ ദ വിന്നർ എന്ന് എനിക്ക് പേഴ്സണലി ഒരു ഫീൽ ഉണ്ടായത്. ബിക്കോസ് ഞാൻ വരെ പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് തന്നെ. ഇഫ് ഹി വാസ് സ്റ്റിൽ ദെയർ ആൻഡ് അവൻ്റെ ആ കളി അതേപോലെ തന്നെ ആയിരുന്നെങ്കിൽ ഒരു BB മെറ്റീരിയൽ ആയിരുന്നു. അത് ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കുക, നല്ല രീതിയിൽ സംസാരിക്കുക, നല്ല ഫൺ സാധനങ്ങൾ കൊണ്ടുവരിക, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, ഇതൊക്കെയാണ്. അല്ല പിന്നെ എന്താണ് അവിടെ പോയി മറ്റേ ഇവളെ പ്രണയം കണ്ട് മറ്റേ അവരിങ്ങനെ ചൊറിയും കൊത്തിയിരിക്കണത്, ജിൻഡോ മസിൽ ഇട്ടണ, അതൊന്നും അല്ല. ഞാൻ ഇനിയിപ്പോൾ ആകെ വിന്ന് ചെയ്യാൻ പോകണം എനിക്ക് ജിൻഡോയോ അല്ലെങ്കിൽ മറ്റേ അർജുൻ എന്ന് പറഞ്ഞ പയ്യൻ, അർജുൻ എന്നൊക്കെ പറഞ്ഞ പയ്യനൊക്കെ എന്താണ് ചെയ്തിട്ടുള്ളത്? ഇവരൊക്കെ വാ തുറക്കണേ ഞാൻ കണ്ടിട്ടില്ലടേ. വെറുതെ കുറേ മറ്റേ ഇതൊന്ന് ചെരുപ്പിടാതെ നടന്ന് ചെരുപ്പിട്ട് സോഫയിലിരുന്ന് മറ്റേ ഇതൊക്കെയാണ് അവരെയൊക്കെ വിഷയം. ഇതിനൊക്കെ വെറുതെ നിലവിളി ഉണ്ടാക്കുക, കലപില ഉണ്ടാക്കുക. പക്ഷെ ഇത്രയും നേരം ഷസാമ് പറഞ്ഞത് എനിക്ക് കറക്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് അത്ര ശരിയായി തോന്നുന്നില്ല. DJ സിബിൻ ജയിക്കേണ്ട ആൾ തന്നെയായിരുന്നു. കറക്റ്റ് ആണ്, കറക്റ്റ് BB മെറ്റീരിയലും വിന്നിങ് മെറ്റീരിയൽ തന്നെ ആയിരുന്നു. പക്ഷെ സിബിൻ അവിടുന്ന് പോയത് എങ്ങനെയാണ്? സിബിൻ പറഞ്ഞു എനിക്ക് ലാലേട്ടൻ ഇങ്ങനെ ഫയർ ചെയ്തു, 3-4 റൗണ്ട് ഫയർ ചെയ്ത സമയത്ത് ഞാൻ മെന്റലി ഡൗൺ ആയി ക്വിറ്റ് ചെയ്യണം പറഞ്ഞിട്ട് പോയിരുന്നു. ഇതേപോലെ തന്നെയാണ് അവിടുത്തെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ്. ഇപ്പൊ ജിൻഡോയുടെ കാര്യം എടുത്ത് ജിൻഡോ അവിടെ പോയിട്ട് ചുമ്മാ മസിലുരുട്ടി ഇരിക്കുമെന്നല്ല. നോറ, ജാസ്മിൻ, ഗബ്രി, റെസ്പിൻ, ഇവൻ ലാലേട്ടന്റെ വകയൊക്കെ ടോർച്ചറിന്റെ എക്സ്ട്രീം ആൾക്ക് കിട്ടിയിട്ടുണ്ട്. ആള് പറയുന്നത് കേൾക്കാൻ പോലും അവിടെ ഒരാൾ ഉണ്ടായിട്ടില്ല. എന്നിട്ടും ആള് ക്വിറ്റ് ചെയ്യണ്ട, ഞാൻ അവിടെ പിടിച്ച് നിൽക്കുന്നുണ്ട് പറഞ്ഞാൽ ആളുടെ മെന്റൽ സ്ട്രെങ്ത് ആണ്. ആ മെന്റൽ സ്ട്രെങ്ത് കൊണ്ടാണ് ആള് വിന്നർ ആവാൻ വേണ്ടി പോണത്, അല്ലാതെ ഓടിപ്പോയിട്ടല്ല. അതൊരു കാര്യം. പിന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് ഒരിക്കലും ആപ്പിൾ ബ്രാൻഡ് എന്തുകൊണ്ട് സാംസങ് ബ്രാൻഡിന്റെ മുകളിൽ വന്നു, അല്ലെങ്കിൽ സാംസങ് S25 അൾട്രയുടെ ഡിസൈൻ എന്താ ഇങ്ങനെ, ഐഫോൺ മറ്റേ 16 Pro Maxന്റെ വില എത്രയാണ്, ഇതൊന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഡിസ്കസ് ചെയ്യേണ്ട അരി, ഉപ്പ്, അല്ലെങ്കിൽ മറ്റേ പഞ്ചസാര, ഇതിന്റെ അളവും അതേപോലെ തന്നെ അങ്ങനെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കേസസ് ആയിരിക്കും. ഇപ്പൊ ഷസാം ആ വീട്ടിലുണ്ട്, ഒരാൾ കക്കൂസി പോയി വന്ന കാലം കൊണ്ട് ഷസാമിന്റെ ബെഡിൽ കയറി കിടന്ന ഷസാം സമ്മതിക്കും. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് അവിടെ പ്രശ്നം ഉണ്ടാവുക. അല്ലാതെ അവിടെ വന്നിട്ട് മറ്റേ അഗ്നി മിസൈലിന്റെ റേഞ്ച് എന്താണ്, അല്ലെങ്കിൽ അഗ്നിവീഴ്സ് എന്തുകൊണ്ട് റദ്ദാക്കി എന്നൊന്നും അല്ല. അവിടുത്തെ സാധാരണക്കാരൻ മനസ്സിലാവുന്ന കാര്യങ്ങളൊന്നും അല്ല അത്. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ അവിടെ ഉണ്ടാവും.